ാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം വന്ന് എനിക്ക് ദൈവമായിട്ട് കൊണ്ടുതന്നതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, എന്നിട്ട് എനിക്കറിയില്ല ഇതിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ മുന്നോട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് നല്ല ഒരു ടീമിലായിരുന്നു ഞാൻ വന്നു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ ഒരു സൂപ്പർവൈസർ ആകാൻ പറ്റിയത്. അതിന് പ്രത്യേകം നന്ദി പറയുന്നത് ഞാൻ തസ്നിമാമിൻ്റെ അടുത്താണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് തൊട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ആയി വന്നിടം തൊട്ട് ഇന്ന് വരെ ഇന്നിപ്പോൾ ഒരാൾ കയറിയത് വരെയും എൻ്റെ കൂടെ ഒപ്പം എൻ്റെ വലം കൈയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. അത്രത്തോളം എൻ്റെ കൂടെ ഓരോ കാര്യത്തിനും എന്നെ വഴക്ക് പറയാറുണ്ട്, ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എനിക്ക് തന്നെ വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഓരോ വഴക്കിലൂടെയും കൂടെയാണ് ഞാൻ ഇവിടം വരെ ഇപ്പൊ ഈ ഒരു സൂപ്പർവൈസർ ഇത്ര പെട്ടെന്ന്, കാരണം ഒരു മാസം അവസാനമായിട്ടില്ല, ഇവിടം കൊണ്ട് തന്നെ ഞാനൊരു സൂപ്പർവൈസർ ആയിട്ടുണ്ടെങ്കിൽ അത് തസ്നിമാമിന്റെ ഒറ്റ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. പിന്നെന്ന് വെച്ചാൽ മാം ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും, ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ്. അതായത് എപ്പോഴും രാവിലെ ആണെങ്കിലും വിളിക്കും, ഏത് സമയത്ത് വിളിച്ചാട്ടാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 25-ാം തീയതി തൊട്ട് തന്നെ നീ സ്റ്റാർട്ട് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ട് നീ എന്ത് പ്രയത്നിച്ചാലും. കാരണം മെയിൻ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെയ് മാസം ഞാൻ സത്യം പറഞ്ഞ വർക്കേ ചെയ്തില്ല, ഉഴപ്പി. അതായത് കുഞ്ഞിന് അവധിയായിരുന്നു, എല്ലായിടത്തും ട്രിപ്പും കാര്യങ്ങളും എല്ലാമായിട്ട് നടന്നു, എനിക്ക് ഇൻകം ഒന്നും വന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കാരണം അത്രയ്ക്ക് ഞങ്ങൾ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ശരിയാവില്ല, നമുക്ക് തിരിച്ചു പോകണം, ദുബായ് പോകാം, നിനക്ക് ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് ശരിയാവത്തില്ല, നമുക്ക് എന്താണ് നിന്നെ കൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നു. അപ്പൊ ഞാനിത് തസ്നിമാമിന്റെ അടുത്ത് പറഞ്ഞു, നീ എന്ത് പ്രയത്നിച്ചിട്ടാണേലും നീ സൂപ്പർവൈസർ ആയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നു. ഞാനും എൻ്റെ മനസ്സുകൊണ്ട് തന്നെ എങ്ങനെയും എത്ര പ്രയത്നിച്ചാലും ഞാൻ സൂപ്പർവൈസർ ആകുമെന്നും പറഞ്ഞ് ഞാനും നിന്നു. അങ്ങനെ 25-ാം തീയതി തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓരോ സ്റ്റെപ്പും ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തസ്നിമാം അതുപോലെ എൻ്റെ കൂടെ നിന്നിട്ട് കൊണ്ട് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ 25-ാം തീയതി തൊട്ട് നീ അതിനു വേണ്ടിയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 25-ാം തീയതി തൊട്ട് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കാൻ തുടങ്ങി. അങ്ങനെ 1-ാം തീയതി ആയപ്പം, 2-ാം തീയതി ആയപ്പം, 3-ാം തീയതി ആയപ്പം, 4-ാം തീയതി ആയപ്പം, 5-ാം തീയതി ആയപ്പം, ഈ 5 ദിവസം ഓരോരുത്തർ വെച്ച് എനിക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം വിട്ടു. അങ്ങനെ ഒരു 10-ാം തീയതി വരെ എനിക്ക് നല്ല ഒരു CC കയറി. എനിക്ക് തന്നെ അത്ഭുതമായി, ദൈവമേ. കാരണം ഒരുപാട് എനിക്കറിയില്ല, അതുപോലെ ആയിരുന്നു. കാരണം എനിക്ക് ഒരു മായാജാലം പോലെയാണ് എനിക്ക് കയറി വന്നത്, ഓരോരോ CCയും കയറി വരുന്നത്. അതിനൊക്കെ ഉപരി വേറൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ മാസം പകുതിക്ക് വെച്ച് തസ്നിമാം ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഹബീബ മാമിന്റെ ഫൈനൽ മീറ്റിന് മുന്നേ ഞാനൊരു മീറ്റ് കൊടുക്കാം, അവര് ജോയിൻ ആകുന്നവരെ എല്ലാരെയും നിങ്ങൾ പിടിച്ച് കയറ്റണമെന്ന് പറഞ്ഞു. ആ ഒരു മീറ്റ് തുടങ്ങിയത് എന്ന് തൊട്ടാണോ ഇന്ന് വരെ എനിക്ക് ഇത്ര മാത്രം CC കയറാനും ഈ ഒരു സൂപ്പർവൈസർ ആകാനും ഉള്ള മെയിൻ കാരണം ആ ഒരു മീറ്റാണ്. അപ്പൊ തസ്നിമാം ഏതെങ്കിലും ഒരു ദിവസം ഹബീബ മാമിന്റെ ആ ഒരു മീറ്റിന് തൊട്ട് മുന്നേയായിട്ട് പറയടി, എനിക്ക് ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ പറയും ഇല്ല പറ്റും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് തസ്നിമാമിനെ ഞാൻ പിടിച്ച് കയറ്റി. എനിക്കറിയില്ല എന്തോ മായാജാലമാണോ അതിനകത്ത്. ആ ഒരു മീറ്റ് കഴിയുമ്പം ഒരാൾക്ക് പോലും, എനിക്ക് കയറുന്നവരിൽ ഇപ്പൊ ഒരു 5 പേര് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 3 പേർക്കാണ് ഇൻട്രസ്റ്റ് ആയിട്ടേ നിൽക്കത്തുള്ളൂ. പിന്നെ അങ്ങനെയാണ്, അത്രയ്ക്ക് ഒരു പവർഫുൾ ആയിട്ട് ഒരു മീറ്റാണ്. എന്നോടൊന്ന് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ സംഭവം, അതിനകത്ത് പറയുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ആ ഒരു മീറ്റ് കയറിയവരാണ് ഇതുവരെയുള്ള എല്ലാവരും എനിക്ക് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒറ്റയടിക്ക് 10-12 പേരോളം എനിക്ക് കയറിയിട്ടുണ്ട്. 12 പേരോളം ഈ ഒരു മാസം, അതായത് കഴിഞ്ഞ മാസം ഒരു പകുതി തൊട്ട് ഈ ഒരു മാസം ഇതുവരെയും അത്രയും പേര് എനിക്ക് കയറിയിട്ടുണ്ട്. അത്രയും പേരും ഈ ഒരു മീറ്റ് കയറിയവര് നമുക്ക് കൂടുതലായിട്ട് പ്രത്യേകിച്ച് അവരുടെ അടുത്ത് വിശദീകരിച്ച് പറയുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് അവരെ ഒന്ന് കോൾ ചെയ്യുമ്പോൾ തന്നെ അവർ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അവര് വിളിക്കുമ്പോൾ തന്നെ, സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വന്ന് നിൽക്കുന്നത്. അതെനിക്ക് ആ ഒരു മീറ്റ് നല്ല ഒരു പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ കൂടി തന്നെയാണ് മെയിൻലി എനിക്ക് ഈ ഒരു സൂപ്പർവൈസർ എന്നുള്ള ഈ ഒരു പോസ്റ്റ് കയറാൻ പറ്റിയത് തന്നെ. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് തസ്നിമാമിന്റെ അടുത്താണേലും. അതിനോടൊപ്പം എനിക്ക് ഇതുപോലൊരു നല്ല ടീമിൽ വന്ന് കയറാൻ പറ്റിയതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം, വേറെ ഒരു കുട്ടി, ഈ ഒരു ടീമിലൊന്നും അല്ലാത്ത വേറൊരു കുട്ടി എനിക്കിങ്ങനെ
ഇത് എൻക്വയറീസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഇൻസ്റ്റയ്ക്കകത്തൂടെ ഇതിനകത്ത് ഈ FB ID ഒക്കെ ഉള്ള ഒരാളാണ്, ഈ വർക്കിൽ ജോയിൻ ചെയ്യുന്ന വേറൊരു ടീമിലെ ഒരാളാണ്. അപ്പൊ ആൾക്ക് ഇത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇതെങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നേ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിലും നമ്മുടെ ടീം അംഗങ്ങളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാ എനിക്ക് കയറുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, എനിക്ക് ആരും ഇല്ല. എനിക്കത് കാരണം ഞാൻ ഇത്ര മാസമായിട്ട് പോലും ഒരാൾ പോലും എനിക്ക് ജോയിൻ ആവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അറിയാവുന്ന രീതിയിൽ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്താണെങ്കിലും ആ ഒരു മാസം ആ കുട്ടിക്ക് 2 CC കയറി. അതിന് നമ്മുടെ ടീമിൽ പറയുന്ന രീതികളൊക്കെ ഞാൻ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുത്തു. എന്തായാലും പിന്നെ കുട്ടിക്ക് അതുപോലെ തന്നെ കയറിയിട്ടുണ്ട്. അതുപോലെ അത്രയ്ക്ക് കാരണം വേറൊരു ടീമിലാണ് ഞാൻ വന്നു പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരിക്കലും ഇങ്ങനൊരു CC ഇങ്ങനൊരു ഇൻകമോ എനിക്ക് വാങ്ങിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ നല്ലൊരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീമിൽ വരാൻ പറ്റിയത് തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും എൻ്റെ ഡൗൺലൈൻ വന്ന ഓരോരുത്തരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ്. കാരണം എന്തൊരു കാര്യം, ഡൗട്ട്സ് കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് അവർ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും. അത് മാത്രമല്ല, എൻ്റെ അണ്ടറിൽ വന്നവരാണെങ്കിൽ കുറേ പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ. ഡെയിലി എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, ഓരോ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാത്തിനും ഞാൻ നല്ല രീതിയിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെല്ലാം തസ്നിമാമിന്റെ എൻ്റെ അടുത്ത് എങ്ങനെയാണോ തസ്നിമാം നിന്നെ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് നിൽക്കാൻ തുടങ്ങി. അത് തസ്നിമാം ഏത് ലെവലിലോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ലെവലിലോട്ട് ഞങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോകാനും തസ്നിമാമും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് എനിക്കിപ്പം അതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ സഫിദ മാം ആണേലും പെട്ടെന്ന് എനിക്ക് അതൊരു ഇതെന്ന് വെച്ചാൽ എപ്പം എനിക്കൊരു ഇത് വന്നാലും ഫൈനലിൽ ഒരു എന്താണ് മറ്റേ ഈ ഒരാൾ ജോയിൻ ആകാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു 2 CC കയറാൻ നേരത്തെ എന്ത് സംഭവം വന്നാലും അത് എപ്പോ 2 CC കയറാൻ വന്നാലും മീഡിയം ട്രാക്ക് പിന്നെയും കുഴപ്പമുണ്ടല്ലോ, 2 CC കയറേണ്ട സമയമാകുമ്പോ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ഒന്നെങ്കിൽ പിൻകോഡിന്റെ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ആ ഒരു സമയത്താണ് ഇപ്പോൾ സബിത മാമിനെ ഒന്ന് വിളിക്കാം, ആ സമയം തന്നെ സബിത മാമാണെങ്കിലും അവിടെ ഓടി വരും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമിൽ ഞാൻ വന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ, വേറൊരു ടീമിലേക്ക് നമ്മുടെ ടീമിന്റെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയായിട്ടൊന്നും നമ്മുടെ TTC കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നിങ്ങളിങ്ങനെ പിന്നെ ഇൻസ്റ്റയിലൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക, വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാതെ നമ്മുടെ TTCയുടെ കാര്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഫോറവറിൽ ഇതുപോലെ ഇതായിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ നമ്മുടെ ടീമിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേദർ മീഡിയം ട്രാക്കോ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ട് ജോയിൻ ആകാന്നുള്ള രീതിയിൽ പറയാറുള്ളൂ. കാരണം നമ്മുടെ ഇപ്പൊ അവര് ജോയിൻ ആക്കിയ ആൾക്കാരും പിന്നെ നമ്മൾ തന്നെ ഗൈഡൻസ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. മനസ്സിലായോടാ? അത് നമ്മുടെ വിശ്വസിച്ച് വന്ന് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാനായാലും തസ്നിയായാലും സെറ്റാക്കി വെച്ചേക്കണത്. ഓക്കെ, അപ്പൊ അത് പുറത്തേക്ക് ഒരിക്കലും പോകരുത് കേട്ടോ. ഓക്കെ, അത് TTC കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ. അതായത് എങ്ങനെയാണ് ഒരു എൻക്വയറീസ് ഒക്കെ വരുത്താൻ ഞാൻ ചെയ്യുന്ന ടൈമിംഗ് ഒക്കെ ഉണ്ട്. രാവിലെ 11 മണിക്കൊരു ഇതിടും, പിന്നെ രാത്രിയിൽ 8 മണിക്കൊരു വീഡിയോസ് ഇടും, അങ്ങനെ ഓരോരോ ടൈമിനനുസരിച്ച് ഞാൻ ഇടുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് എനിക്ക് റീച്ച് ആവുന്നത് എന്നൊക്കെ. പിന്നെ നമ്മൾ ഒരുന്നവരുടെ അടുത്ത് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം, എന്നാലൊക്കെ അവരൊക്കെ നമ്മളെ ഒരു വിശ്വാസം വരത്തുള്ളൂ. അങ്ങനത്തെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലാതെ TTC കാര്യങ്ങളോ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം തസ്നി എന്തോ ഒരു വലിയൊരു സംഭവം അങ്കിതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്കിത റെഡിയാണോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ സൂപ്പർവൈസറായി പിന്നെ എന്റെ ടീം മെമ്പേഴ്സിൽ ഒരാളെ കൊണ്ടുവന്ന് അവർക്ക് ഇതുപോലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ സന്തോഷം തിരിച്ച് ഞാൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കാരണം അസിസ്റ്റന്റ് മാനേജർ അത് നിങ്ങളും കൂടി നമുക്കത് വേണമല്ലോ, നമുക്ക് തിരിച്ചും പ്രതീക്ഷിക്കണമല്ലോ. നമ്മൾ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ മാസം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു മീറ്റ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 CC ഡയറക്ഷൻ കൊണ്ടുവരുന്നതൊക്കെ സ്വർണ്ണവില അറിയാലോ, ചെറിയൊരു സ്റ്റഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പണ്ടാര കാലത്തെ അത് കൊണ്ടുവരുന്നതിന് അറിഞ്ഞില്ല, കൊണ്ടുവരും കൊടുക്കാൻ. അത് ഞാനോർത്ത് ഇവിടെ മറന്നു പോകുന്നു, അവള് തന്നെ ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തിയത്. ഞാൻ
ഞാൻ മരിച്ചില്ലെങ്കിൽ ഇൻഷാല്ല എനിക്ക് ചെറിയൊരു അറിയാലൊരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ തരാം. അതേപോലെ ഇത്ര മില്ലിയൊക്കെ എടുത്ത് കൊടുത്താൽ പോരെ, ഓട്ട കുഴപ്പമില്ല. സ്വർണത്തിന്റെ റേറ്റും കൂടും. എനിക്കറിയാം റേറ്റ് എവിടെ വരെ കൊണ്ടുപോകണമെന്ന്. അപ്പൊ കേക്കൊക്കെ എല്ലാവരും കാണിച്ചിട്ട് നമ്മുടെ ഒരു പ്രോഗ്രാം തുടങ്ങിക്കോളൂ. നമുക്ക് പെട്ടെന്ന് തീർക്കണം. അമ്മേനെയൊക്കെ വിളിച്ചോ, അമ്മയെ മോനെയൊക്കെ കേട്ടോ. അമ്മേനെയൊക്കെ വിളിച്ചോ. അമ്മയൊക്കെ അമ്മ വരുന്നുണ്ട്. കൊച്ചു കാത്തിരിക്ക കൊറേ നേരമായിട്ട്. അമ്മ അൻകിതയുടെ ഫേസ് കാണട്ടെ, അവിടെ ഇരിക്കുക കേട്ടോ. അമ്മ എന്തിയേ? അമ്മയോട് വന്നിട്ട് അമ്മേനെ കണ്ടിട്ടില്ലല്ലോ. ഇരിക്കമ്മ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് ഇതില് അമ്മ മാത്രമായിരുന്നു സപ്പോർട്ടായിട്ടാണ്, ബാക്കി ആരും ഇല്ലായിരുന്നു. അൻകിതയുടെ അപ്പച്ചി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അച്ഛന്റെ പെങ്ങളുണ്ട്, ഒരു ടീച്ചറാണ്. അൻകിതയുടെ ബിസിനസ് കണ്ടിട്ട് സ്റ്റാർട്ടായ ആളാണ്, ഇവിടെ ജോയിൻ ആയതാണ്. വീഡിയോസ് ഒക്കെ ഓണാക്കിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോടോ. ഇത് പിന്നെ സ്ക്രീൻ റെക്കോർഡ് കേട്ടോ. കേക്ക് കാണുന്നില്ലടി. ഓക്കെ ഓക്കെ ആ ഓക്കെയാണ് ഓക്കെയാണ്. അത് ഏതെന്റെയാന്ന് അവൻ പറഞ്ഞു. സഫീദയുടെ മോനെന്തേ വന്ന് ഓടി വന്നിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന്ന് കേക്ക് വാങ്ങാനുണ്ട്, പോകാനുണ്ട്. അടുത്ത ഓർഡർ വന്നു. ഇതെല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ അമ്മയാണ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അമ്മ ബൈബിളിലോ വചനമൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ടൊക്കെയാണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്തത് കേട്ടോ. അതെ, ബൈബിളിന്റെ അകത്ത് പ്രാർത്ഥന ഒരു വചനമൊക്കെ എടുത്താണ് അമ്മ എനിക്ക് ഇതിന്ന് തുടക്കം തന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇത് കാണുന്നതിനകത്ത്. അപ്പൊ എല്ലാരും ഇതുപോലൊക്കെ വരണം കേട്ടോ. എന്റെ ടീമില് ഇൻഷാല്ലാ ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് ഇനി ഒരു കേക്ക് കട്ടിങ് കൂടെ തുറക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു വീട്ടിൽ കൂടെ നമുക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് സൂപ്പർവൈസർമാർ വരട്ടെ. ഇപ്പൊ സഫീദ പറഞ്ഞതുപോലെ ഈ വർഷം 10 സൂപ്പർവൈസർ അല്ലേ പറഞ്ഞത്, നമുക്ക് അതിൽ കൂടാൻ ചാൻസ് വരട്ടെ അല്ലേ. എല്ലാരും പ്രയത്നിച്ചോളൂ. എല്ലാരും ടീമിനെ നോക്കുക. നിങ്ങൾ ടീമിനെ എങ്ങനെ നോക്കുന്നോ അവിടെ ഫീലിങ്സ് ഞാൻ ചോദിക്കാനാണ്. ഇപ്പോഴും ഞാൻ എന്റേത് മാത്രല്ലേ പറയാറുള്ളൂ. എന്താണ് ഫീലിംഗ്? കണ്ണെന്നറിയുന്നുണ്ടോ? സന്തോഷമുണ്ട്. കാരണം വെച്ചാല് ഞാൻ സൂപ്പർവൈസറായി, എന്റെ താഴത്ത് ഒരാളെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അതാണ് ഞാൻ പറയണത്. ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ടീമിന് അഞ്ചൊന്നും മ്യൂട്ട് ചെയ്തോളൂടാ. ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണെന്നറിയടാ, നിങ്ങൾക്ക് ഇൻകം കിട്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു വോയിസ് നമുക്ക് കിട്ടൂലേ, മാം ഇത് അങ്ങനെ ഇങ്ങനെ ആ ഒരു വോയിസ്. സത്യം പറഞ്ഞാൽ ഞാൻ ചില ടൈം അതൊക്കെ ഇങ്ങനെ, ഞാനിപ്പോ ചിലപ്പോൾ നമുക്ക് ഒരു മുടഫും കാര്യങ്ങളൊക്കെ വരുന്ന ടൈം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ പറയും ഇത് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ഞാനിപ്പോ ചുമ്മാതിരുന്നാലും സത്യം പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു സംഭവം ഒന്നും വരൂല. ഓക്കെ, ഞാൻ അവിടെ എഫേർട്ട് ഇട്ട് എനിക്ക് പൈസ ചിത്രാക്കി എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നിലൂടെ വന്ന് നിങ്ങൾക്ക് ആ ഒരു പൈസ കിട്ടി നിങ്ങൾ ആ ഒരു വോയിസ് തരുമ്പോ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോ ഈ ടീമിലെ ഞാൻ പേരെടുത്ത് പറയണില്ല, ഫോറോർ കൊണ്ട് മാത്രം ഈ ഒരു ഇത് കൊണ്ട്
മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്കൂളിലേക്ക് കുട്ടികളുടെ സംഭവങ്ങൾ, ഫീസും കാര്യങ്ങളും എല്ലാം അടക്കുന്ന ഒരുപാട് പേരുണ്ട്. വീട്ടിലേക്ക് അരി പുകക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മുടെ ടീമിൽ അത്രയും ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ട്. അവരൊന്നും ഒരിക്കലും ഇത് വിട്ട് പോകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യമുള്ള ആൾക്കാർ എപ്പോഴും ഇവിടെ ഇരിക്കുന്ന കാര്യം. നിങ്ങൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് 1 രൂപ കിട്ടുമുള്ള ആ ഒരു സന്തോഷം നമുക്ക് വേറെ തന്നെ, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുമുള്ള ഒരു സന്തോഷം വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ. മക്കളത് നിങ്ങളത് മനസ്സിലാക്കി. ഇപ്പൊ വഴക്ക് പറയുന്നതായാലും അടിയാക്കുന്നതായാലും, ഇപ്പൊ അങ്കിത പറഞ്ഞു തസ്നി വഴക്ക് പറഞ്ഞിട്ട് ചിലപ്പോ സങ്കടം വന്നിട്ടുണ്ട് അല്ലെ, ആ കുട്ടി പറഞ്ഞ ദേഷ്യം വന്നിട്ടുണ്ട്, അത് വരും. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊന്നും കിട്ടാനില്ല, നമുക്ക് ഈ പോയിന്റ് കിട്ടി നമ്മൾ ഗ്രോത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നമ്മളെ ട്രസ്റ്റ്, അതിന് മാക്സിമം എന്റെ ഭാഗത്തു നിന്നായാലും തസ്നിയുടെ ഭാഗത്തുള്ള ടീമിലേക്ക് അത്രയും എഫേർട്ട് കൊടുക്കുന്നുണ്ട്. എത്ര അപ്ഡേഷൻ ആണ് ഒരു ദിവസം പറഞ്ഞത്. എന്റെ ഒരു ദിവസം നിങ്ങൾ വോയിസ് കേട്ടില്ല, ഗ്രൂപ്പിൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഓവർ ബേർഡൻ ആവും. കാരണം പിറ്റേന്ന് നമുക്ക് അതിന് ഡബിൾ ആകും. എന്തെങ്കിലും ഞാൻ പറഞ്ഞ് ഉപദേശിക്കുന്നതിനൊരു കണക്കുണ്ടത് വേറെ കാര്യം. ഓക്കെ, എന്നിട്ട് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇപ്പൊ അങ്കിതനോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, അങ്കിത ഇതുപോലെ തന്നെ അങ്കിതനെ പോലെ ഒരുപാട് സൂപ്പർവൈസേഴ്സ് അങ്കിതയും കൂടി വന്നാലേ ആ ഒരു സന്തോഷം മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ പല സൂപ്പർവൈസേഴ്സ്, നമ്മുടെ അനീഷയുണ്ട്, ആസിയുണ്ട്, ഉണ്ട്, മർവിയുണ്ട്, സുഹൈലുണ്ട്. ഓക്കെ, ഒരുപാട് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പൊ മാക്സിമം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം, ടീമിലെ എല്ലാവരെയും സൂപ്പർവൈസർ ആക്കാൻ നോക്കാം. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് അൽഹംദുലില്ലാ നമ്മൾ നെക്സ്റ്റ് റാങ്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അത് 100% ഉറപ്പാണ്. അതാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ, ഞാൻ എഴുതി വെച്ച് കംപ്ലീറ്റ്. നേരത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പേരെഴുതി വെക്കാം. ഒരു 5 മെമ്പേഴ്സ് ഒരാഴ്ച, ഒരു വീക്കിൽ അവരെങ്ങനെയാണ് ഗൈഡൻസ് ചെയ്യുന്നത് നോക്കാം. ഈ 5 പേര് ചിലപ്പോൾ 3 പേരായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്മാർട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. 2 പേര് കുറെ കാരണങ്ങൾ പറഞ്ഞ ആൾക്കാർ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഈ 3 പേരെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി മതി. വേണ്ടവരാണെങ്കിൽ ചെയ്യട്ടെ. ഒറ്റക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെയായാലും ഒരു 1 വീക്ക് 2 വീക്സ് എന്തായാലും അവരുടെ പിറകിലൂടെ പോകാം. നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഒരിക്കലും പുറത്തേക്ക് പോകരുത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ തിരക്ക്, ഇവിടെ തിരക്ക്, മറ്റേ തിരക്ക്, മറിച്ചേ തിരക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ ആ തിരക്കോട് കൂടി അവരങ്ങ് പൊക്കോട്ടെ. എപ്പോഴെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ചു വന്നാലും നമ്മൾ ഇവിടെ നോക്കും. ആരും ഒഴിവാക്കില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു വന്നാലും നമ്മുടെ ടീമിലെ മെമ്പേഴ്സ് അവിടെ നോക്കും. ID കട്ടാക്കി പോകുക, അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നിയത് മദ്രസിലെ എക്സാമും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ പെട്ടെന്ന് നിർത്തുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തിരക്കില്ലവർക്കാണെങ്കിൽ ലീവ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിൽക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുവരെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, നല്ല തിരക്കിലവർക്ക് ലീവ് ചെയ്യാവേ, കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും അപ്ഡേഷനോ. ഓക്കെ, ഇപ്പം ഞാൻ സൂപ്പർവൈസേഴ്സിന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മർവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തസ്നി ഓൾറെഡി ഗ്രൂപ്പുള്ള സ്ഥിതിക്ക് സെപ്പറേറ്റ് സ്മാർട്ട് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിൽ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറുപടി ടീം മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ ആഡ് ആയ ശേഷം എന്നെ കൂടി അഡ്മിൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ എനിക്ക് അറിയണം ഏതെല്ലാം മെമ്പേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നില്ല എന്ന് അറിയണം. അതിനുശേഷം കുറച്ച് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേഷൻ വീണ്ടും വരുത്തും. ഓക്കെ, വീണ്ടും വരുത്തും. ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ഭാഗത്ത് നോക്കിയാലാണ് എനിക്ക് കുറച്ച് ഇത് മനസ്സിലായത്. മറുവ ചെറിയ കുട്ടിയായത് കൊണ്ടോ എന്തോന്ന് അറിയില്ല, ആള് 18 വയസ്സായത് കൊണ്ടോ എന്ന് അറിയത്തില്ല. ചില ആൾക്കാർക്കൊന്നും എന്താണ് പറയുന്നത് കേൾക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഗ്രൂപ്പിൽ നോക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈഡൻസ് കിട്ടുന്നത്, നിങ്ങൾ തിരിച്ചെങ്ങനെയാണ് പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒന്ന് അഡ്മിൻ ആയിട്ട് വെക്കും. ഒരു 1.5 ആഴ്ച. പിന്നെ ഞാൻ അവിടെ നിന്ന് ലീവ് ചെയ്തോളാം. കൃത്യമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എനിവേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരുപാട് സൂപ്പർവൈസേഴ്സ് വരട്ടെ. ഇപ്പൊ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 6+ ആയി. ഇനി 4 സൂപ്പർവൈസേഴ്സിനെ കൂടി വേണം. മാക്സിമം നിങ്ങളുടെ ഒരാളാവട്ടെ. ഓക്കെ, മാക്സിമം ആവട്ടെ, എല്ലാവരും ആവട്ടെ. അതന്നെയാണ് ആഗ്രഹവും, അത് തന്നെയാണ്.